2025 കൊലത്തൂക്ക് നടന്നിരിക്കുകയാണ്. അതൊരു ഒന്നൊന്നര കൊലത്തൂക്കാണ്. നടത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ആക്ടർ വിനായകൻ. സ്വന്തം ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നാണ് വിനായകൻ്റെ 2025 ആദ്യ കൊലത്തൂക്ക് നടന്നിരിക്കുന്നത്. സോ നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല, ബട്ട് ഐ വിൽ പ്ലേ ആ വീഡിയോ ഹിയർ. ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. പലരും നിങ്ങൾ ഇപ്പം തന്നെ കണ്ടു കാണും, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് വാട്ട് ഹാപ്പൻ. കൊച്ചിയിലെ ഇയാളെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലാണ്. ആക്ച്വലി പ്രൊഫഷണൽ ലൈഫിൽ ഭയങ്കര വർമ്മനാണ് ഇയാൾ. ജയിലറിൽ കണ്ട പോലെ തന്നെ 100% പ്രൊഫഷണലാണ്. പക്ഷെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ 100% ദുരന്തമാണ് ഇയാളുടെ ഒരു അവസ്ഥ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി എപ്പോഴും തോന്നിയിട്ടുള്ളത്, പലപ്പോഴായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇയാളുടെ മനസ്സിനകത്ത് എപ്പോഴും ഒരു തരം ഈഗോ കിടക്കുന്നുണ്ട്. ഇയാൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ ദളിത്, നിറം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇയാൾ ഉപയോഗിക്കുന്നുണ്ട്. അതും ഇയാളെങ്ങനെയാണ്, ഇയാൾ സഡൻലി ഗെറ്റ് പ്രൊവോക്ഡ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരു ടൈം വരും, ചിലപ്പോൾ ഇയാൾ ചില പോസ്റ്റ് കാണുമ്പോൾ ഉപയോഗിക്കുന്നത് ഇയാൾ സഡൻലി ഗെറ്റ് പ്രൊവോക്ഡ് ആണല്ലോ. അല്ല, ഇയാൾ പ്രൊവോക്ക് ആവാൻ സർട്ടൻ പോയിന്റ്സും സർട്ടൻ കാരണങ്ങളും കാര്യങ്ങളും ആൻഡ് ഇയാൾക്ക് കൈൻഡ് ഓഫ് സാധനങ്ങൾ എടുത്തു വെച്ച് റിവെഞ്ച് അടിക്കുന്ന പരിപാടിയൊക്കെ ഇയാളുടെ കയ്യിലുണ്ട്. അത് മോസ്റ്റ്ലി റിലേറ്റഡ് ടു ഈ ജാതി കൈൻഡ് ഓഫ് തിങ്സിലാണ് ഇയാൾ. ഞാൻ പറയുമ്പോൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു നടൻ, പ്രൊഫഷണൽ കരിയർ അറ്റ് ദ പീക്കിൽ നിൽക്കുന്നൊരു നടൻ, ഈ നടൻ ഇപ്പോഴും എന്തിൻ്റെ ഇൻഫ്ലുവൻസിലാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് നമ്മളാരും ഞാൻ കണ്ടിട്ടില്ല വിനായകൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് കള്ളുകൂടി മദ്യപിക്കുന്നതോ ലഹരി അടിക്കുന്നതോ. സോ അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ദ ബിഹേവിയർ വാട്ട് ഹി ഷോസ് ഔട്ട്സൈഡ് ടു അതേഴ്സ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇയാളെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, എപ്പോഴും ഒരു നോർമൽ വ്യക്തിയിൽ നിന്ന് മാറി ഇയാൾ വേറെ രീതിയിൽ പലപ്പോഴായിട്ട് പ്രതികരിച്ചും സംസാരിച്ചും ആക്ഷൻസ് കാട്ടിയും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പബ്ലിക്കായിട്ട് വന്നിട്ട് ഇയാളുടെ വീട്ടിലാണെങ്കിൽ പോലും ബാൽക്കണിയിൽ വന്ന് പബ്ലിക്കിനോട് പൂര തെറിവിളി മാത്രമല്ല, തുറന്ന് കാണിക്കുന്ന പല വിധത്തിലുള്ള പരിപാടിയാണ് ഈ ചങ്ങാതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിനായകൻ്റെ ഒരു റീസൺ പോസ്റ്റ് ഉണ്ട്. ഓക്കെ, ഈ പോസ്റ്റ് ഇട്ടത് വിനായകനൊരു ലേഡിക്കെതിരെ ഇട്ടൊരു പോസ്റ്റാണ് ഫേസ്ബുക്കിൽ. പിന്നെ വിനായകനെ സ്ഥിരം പരിപാടിയുടെ വിനായകൻ എന്ത് പോസ്റ്റ് ചെയ്താലും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളത് മെല്ലെ എടുത്ത് ആർക്കീവ് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയും. വിനായകൻ കുറച്ച് ദിവസം മുമ്പിട്ടൊരു പോസ്റ്റാണ്. ദളിത് കാർഡിട്ട് വിനായകൻ നിന്നെ പൂട്ടിയാലും നിൻ്റെ അമ്മയുടെ നായർ നിൻ്റെ അമ്മയുടെ കൂടെ മുറിയിലിട്ട് നമ്പൂതിരിയെ പൂട്ടിയ ആ ചരിത്ര പൂട്ട് ദളിതനായ വിനായകൻ ചെയ്യില്ല. ഓക്കെ, ഇതിനാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലേഡി വിനായകൻ്റെ ഒരു വീഡിയോ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. വിനായകൻ ഒരു ടീ കടയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഗോവയിൽ എവിടെയാ തോന്നുന്നു കുറേ ഡയലോഗ് അടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിലൊക്കെ നിന്നിട്ട്. അപ്പം ആ വീഡിയോയുടെ അടിയിൽ നിത്യ വിനീത് നായർ എന്ന് പറഞ്ഞുള്ളൊരു ലേഡി വന്ന് കമൻ്റ് ഇട്ട്. ഈ നായർ കണ്ടപ്പോഴത്തേക്ക് എന്താണെങ്കിലും വിനായകന് പൊളിഞ്ഞു. വിനായകൻ അതിനടി കൊടുത്തിട്ടൊരു വേറൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഒരു സ്റ്റിക്കർ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ എഴുതി വെച്ച വാക്കുകളാണ്: നിൻ്റെ അമ്മയോട് നായർ നമ്പൂതിരിയെ കൊണ്ട് അടുപ്പിച്ച മരുന്നല്ല വിനായകൻ അടിച്ചത്, സംശയമുണ്ടെങ്കിൽ നിൻ്റെ അമ്മയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു കമൻറ്റിന് റിപ്ലൈ തിരിച്ചും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ മരുന്നടിച്ചിട്ടാണ് എന്ന് ആ ലേഡി പറയുമ്പോൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഇയാൾ മരുന്നടിച്ചു അല്ലെങ്കിൽ ഇയാൾ കള്ളു കുടിച്ചു. കാരണം നമ്മുടെ മുന്നിൽ നടക്കുന്ന പരിപാടിയല്ല. അല്ലെങ്കിൽ ഇയാളെ പിടിച്ചിട്ടുള്ള ഒരു കേസിൽ പിടിച്ചിട്ട് ഇയാളൊരു ഭയങ്കര എന്താ പറയുക ലഹരിക്ക് അടിമയാണ്
അങ്ങനത്തെ കാര്യം മദ്യപാനത്തിനൊക്കെ ഇയാളെ പിടിച്ച് ഇതിന് മുൻ ഇഷ്യൂ ഉണ്ടായ സമയത്ത് മദ്യപിച്ച് കച്ചറ ഉണ്ടാക്കിയതിനാണ്, മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമില്ല. ലഹരി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അസ്യൂം ചെയ്തെങ്കിലും പറയാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഈ ലേഡി വന്ന് ഇട്ട കമൻറ്റിന് മുകളിൽ വിനായകൻ ഒഫൻഡഡ് ആവാം. ഒഫൻഡഡ് ആകുമ്പോൾ വിനായകൻ തിരിച്ചടിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ നായർ എന്ന് പറഞ്ഞ വാലിൻ്റെ മുകളിൽ പിടിച്ചിട്ട് വിനായകൻ കയറി അടുത്ത് അടി കൊടുക്കുന്നത്, നമ്പൂരി നായർ എന്നുള്ള സ്കീമിൽ തിരിച്ചടിക്കുക. ഈ പോസ്റ്റിന് ഓക്കെ, ഈ ഒരു ഒറ്റ കമൻറ്റിന് ഇയാൾ ഈ റിപ്ലൈ കൊടുത്തിട്ടാണ് പിന്നെ എന്ത് വരുന്നത്, വിനായകൻ്റെ അടുത്ത ദളിത് കാർഡ് ഇട്ട് വിനായകനെ പൂട്ടിയാലും നിൻ്റെ അമ്മയുടെ നായർ എന്ന്. ഇത് വരാൻ കാരണം എന്താ വെച്ചെങ്കിൽ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഈ പോസ്റ്റ് വന്ന ടൈമിൽ ഈ പോസ്റ്റിനടിയിൽ ഈ കമൻ്റ് ഇട്ട ഈ പറഞ്ഞ ലേഡി ഇട്ടൊരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചത്. ഓക്കെ, ഈ ലേഡി നല്ല പിട കിട്ടാത്ത കേടാണ്, അവിടെയാണ് ഓനെ എന്ന് പറഞ്ഞിട്ട്, ഇവിടെയാണെങ്കിൽ ഓനെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടതിൻ്റെ അടിയിൽ, അതൊരു നായർ അനൂപി നായർ എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ഇട്ടതിൻ്റെ അടിയിൽ വീണ്ടും ഈ മറ്റേ നായർ ലേഡി പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, വെല്ലോം പറഞ്ഞാൽ ദളിത് കാർഡ് ഇറക്കി നമ്മളെ പൂട്ടും. ഓക്കെ, ഇതാണ് വിനായകനെ പ്രൊവോക്ഡ് ആക്കി. അപ്പോൾ ഇത് ഞാനിവിടെ എക്സാമ്പിളാക്കി വെക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിനായകൻ ഏറ്റവും കൂടുതൽ പ്രൊവോക്ഡ് ആവുന്ന, അല്ലെങ്കിൽ വിനായകൻ ഇപ്പോൾ ഈ പറഞ്ഞ ചില സിറ്റുവേഷനിൽ വിനായകനിലേക്ക് കയറുന്ന ഒരു തരം ഈഗോ കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തോ ചെറിയവനാണോ, എന്നെ ഇപ്പോഴും സൊസൈറ്റി കാണുന്നത് അങ്ങനെയാണോ, മേ ബി അയാൾക്കുള്ള സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള സിനിമാ ഫീൽഡിൽ നിന്നോ അയാൾ അനുഭവിച്ച് വന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി അയാൾ ചിലപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ കൊണ്ട് അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയാനായിട്ടായിരിക്കാം. ചിലപ്പോൾ ജാതിയുടെ പേരിൽ ഇയാളെ മാറ്റി നിർത്തുന്നുണ്ടാവാം, നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നുണ്ടാവാം. പക്ഷെ അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വ്യക്തിയുടെ ബിഹേവിയറും അതിനൊരു കാരണമാവില്ലേ? ഇപ്പോൾ വർക്ക് സെറ്റിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വിനായകൻ അത്ര പ്രശ്നക്കാരൊന്നുമില്ല, വർക്ക് ചെയ്യാൻ വരുമ്പോൾ വർക്ക് ചെയ്ത് വന്നിട്ട് പോകും. പക്ഷേ റാദർ ദാൻ വർക്ക് ഇയാൾ പല സ്ഥലത്തും ബിഹേവ് ചെയ്യുന്നതും പലരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്തും ഇയാൾ ഈ വർക്ക് സ്പേസിൽ കാണിക്കുന്ന ഒരു റെസ്പെക്റ്റോ മര്യാദയോ ഇല്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ഫേസൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഇത് കൊടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അയാൾക്ക് ഇത് കിട്ടുന്നത്. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിനായകൻ എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് ഇപ്പോഴും സൊസൈറ്റി അല്ലെങ്കിൽ വിനായകൻ ഇടപെടുന്ന ചുറ്റുപാടുള്ള ആളുകൾ വിനായകനെ ഇപ്പോഴും ഈ ജാതിയുടെ പേരിൽ കുറച്ച് കാണുകയോ അല്ലെങ്കിൽ തള്ളി നിർത്തുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തുകയോ ചെയ്യുന്നത് വിനായകൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ ഇയാളുടെ ഒരു ചിന്തയാവാം, അങ്ങനെയും ചാൻസ് ഉണ്ട്. ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യൻ ദളിതന്മാരുടെ ഇസ്ലാം ദളിതന്മാരുമല്ല ഹിന്ദു ദളിതരോടാണ് സുനിൽ പി ഇളയിടം, സണ്ണി കബിക്കാട് ഇവരെ രണ്ടുപേരെയും നിങ്ങൾ നമ്പരുത് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ആൻഡ് സ്വന്തം പോസ്റ്റ് തന്നെ അങ്ങനെ റീഷെയറും ചെയ്തിട്ടുണ്ട്. അതാണ് മാസ്. കൊട്ടൂര മാഷ് തന്നെയാണ് അങ്ങേര് 100% ഫേസ്ബുക്ക് പ്രൊഫഷണൽ എന്ന് പറയാൻ കാരണം അതാണ്. എജ്ജാതി പുണ്ട ഇവനൊക്കെ ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളൊരു പോസ്റ്റ് ആശാൻ തന്നെ എടുത്തിട്ട് ആശാൻ്റെ പ്രൊഫൈലിൽ റീഷെയർ ചെയ്ത് അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിനായകൻ എപ്പോഴും ഓക്കെ ഓൾവേസ് വിനായകൻ എന്ന് പറഞ്ഞ വ്യക്തി, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇയാളുടെ തന്നെ ആ ഒരു മറ്റേ എല്ലാം കാണിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇങ്ങേര് തന്നെ ഷെയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇയാൾക്ക് ഇത് വിഷയമുള്ളൊരു കേസല്ല, കുറച്ച് കഴിഞ്ഞാൽ അങ്ങേരത് കളയും, ബട്ട് സാധനം പിന്നെ അവിടെ കിടന്ന് കറങ്ങുമല്ലോ. ശരിക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഇത്രയും ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള നടൻ പല സമയങ്ങളിലും ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് മാറുന്ന സമയത്ത് അയാൾക്ക് കിട്ടേണ്ടതായിട്ടുള്ളൊരു റെസ്പെക്റ്റ് അയാളുടെ വർക്കിൽ നിന്ന് കിട്ടുന്നല്ല, അയാളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് കിട്ടാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. ഓക്കെ, ജീവിത സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ആ മനുഷ്യൻ അനുഭവിച്ച പ്രശ്നങ്ങളായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ കുറച്ചും കൂടിയും ഈ ഒരു മനുഷ്യൻ സ്വയം ചിന്തിച്ച് മാറേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് പേഴ്സണലി പലപ്പോഴായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ്, ഒരുപാട് ഇയാളുടെ വർക്കുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനത്തെയൊക്കെ കാണിച്ചു കൂട്ടൽ കാരണം ഇനിയും സിനിമയിൽ നിന്ന് വരെ ഇയാളെ മാറ്റി നിർത്തേണ്ട ചാൻസുകൾ ചിലപ്പോൾ വരാം. ഇയാൾ ഇപ്പോൾ ചിലപ്പോൾ അനുഭവിക്കുന്ന ഈ ജാതിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നാളെ ഇയാളുടെ ആക്ടിവിറ്റി കാരണം ഇയാളെ ചിലപ്പോൾ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന രീതിയിൽ, കാരണം പബ്ലിക്കായിട്ട് ഇങ്ങനെ തുരി കാണിക്കുന്നു അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് തെറി വിളിക്കുന്ന ഒരാളെ നാളെ ഒരു സെറ്റിൽ കൊണ്ടുപോയിട്ട് അഭിനയിപ്പിക്കാൻ ചിലപ്പോൾ ആളുകൾ മടിക്കും, വേറെ ആളുകൾ ആർട്ടിസ്റ്റുമാരൊപ്പം അഭിനയിക്കാൻ മടിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയും തോന്നും വിനായകനാണോ എന്നുള്ളത് തോന്നലിൽ പലരും സംശയിച്ച് നിൽക്കാം, പലരും അടുത്ത പ്രൊജക്റ്റിന് വിളിക്കാൻ അത് ഭയങ്കരമായിട്ട് ഇക്വേറ്റ് ചെയ്യുമോ അവർ. സോ ഓൺ എ ബെറ്റർ നോട്ട്, ഇപ്പം ചെയ്യുന്ന പ്രൊഫഷൻ അടിപൊളിയായിട്ട് പോകുന്നു, നല്ല നല്ല വർക്കുകൾ കിട്ടുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഈ മനുഷ്യൻ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഭയങ്കര അധികം റിയൽ ആവുന്നു, ഭയങ്കര അധികം പച്ച മനുഷ്യനാവുന്നു, തൂക്കിയടിക്കുന്നു.